Good afternoon, sir. This is Abhilash calling from HDFC Bank. Can I talk to you for some time? Thank you. ഞങ്ങളുടെ ബാങ്കിൻ്റെ പേഴ്സണൽ ലോൺ സ്കീംസിനെ കുറിച്ച് സാർ കേട്ടിരിക്കും. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് ആണോ? സാറിന് താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊരു ദിനേശ് പിടി താല്പര്യമുണ്ട്. അതിന് ഈ ലോണായിട്ട് കിട്ടിയാൽ മതി. സോറി സർ, ആക്ച്വലി ഐ മീൻ അപ് ടു 15 lakhs. ഞങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ലെസ് ദാൻ ഓൺലി 20%. സോ ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് വി ക്യാൻ പ്രൊസീഡ്. എൻ്റെ താല്പര്യം ഞാൻ പറഞ്ഞല്ലോ ഭായി. എനിക്കൊരു പാക്കറ്റ് ദിനേശ് പിടി വേണം. ഇനിയിപ്പോൾ എനിക്ക് ലോൺ വാങ്ങിച്ചു തരാൻ വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെട്ട് അനിയൻ്റെ പണികളേണ്ട. താങ്ക് യു സർ. ഹാവ് എ നൈസ് ഡേ. സർ നമസ്കാരം. എത്ര മനോഹരമായ പെയിൻറ്റിങ്, അത് ഇത്ര ചെറുപ്പത്തിൽ. അവസാനം എക്സിബിഷൻ നടന്നത് ആർട്ട് ഗാലറിയിലോ അതോ ചേംബറിലോ? എക്സിബിഷനോ? എന്ത് എക്സിബിഷൻ? നിങ്ങൾ വന്ന കാര്യം പറ. സോറി, അയൽക്കാരായിരുന്നിട്ട് കൂടി ഇതുവരെ പരിചയപ്പെടാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ താമസിക്കുന്നതിനോ ആരും പറഞ്ഞതായും കേട്ടില്ല. പൊതുവെ കലാകാരന്മാർ സ്വന്തമായി ഒരു സ്പേസ് തേടുന്ന ആൾക്കാരാണല്ലോ. നിങ്ങൾ വന്ന കാര്യം പറയും. മോനാണ് ഇവിടെ ഇൻഫൻറ്റ് ജീസസിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നാളെ അവനൊരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഉണ്ട്. സബ്ജക്റ്റ് സ്പോട്ടിൽ വെച്ചേ കിട്ടൂ. സാറ് വിചാരിച്ച എന്ത് വിചാരിക്കാൻ? മനസ്സിലായില്ല. സുധ പറയുന്നത് വല്ല ഉത്സവമോ ഇല്ല എൻ്റെ ഗ്രാമമോ ഒക്കെ ആവും സബ്ജക്റ്റിൽ വരിക എന്നാണ്. അതൊന്ന് വറക്കാൻ പഠിപ്പിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ നല്ല ട്രിക്സൊക്കെ കാണുമല്ലോ. ഫസ്റ്റ് ഭാഗം എൻ്റെ മകൻ മിടുക്കാനാണ്. നിങ്ങളീ പറയും പോലെ ചിത്രം വരെ പഠിപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ഇവനെ കണ്ണൂർന്ന് ലോകം കാണാനെന്ന് പഠിപ്പിക്കും. അപ്പോൾ ഇവൻ പറയും ഇവൻ എന്താവണമെന്നും എന്തായിത്തീരണമെന്നൊക്കെ. ശരവണൻ എങ്ങനെയാ വന്ന ഇത്രയും ദൂരം? ട്രെയിനിൽ കയറി പിന്നെ നടന്നു. ഇത്രയും ദൂരം? ഓ. നീ സ്കൂളിൽ പോയിട്ടുണ്ടോ? ആ 3 വരെ പഠിച്ചിട്ടുണ്ട്. ധാരാളം. അല്ലെങ്കിൽ തന്നെ സ്കൂളിൽ പോയിട്ട് ബന്ധമല്ലേ? അവിടെ മാത്രമൊന്നും സംഭവിക്കാനില്ലല്ലോ. ഇത്തിരി ചോറ് തരൂ. വിശപ്പ് അതൊരു വല്ലാത്ത പോച്ചില. 10-20 വയസ്സ് വരെ ഞാനോ അത് അനുഭവിച്ചു. പിന്നെ വന്ന ഒരു ശീലായി. വിശക്കുന്നവനോട് രാഷ്ട്രീയം പറയുന്നല്ലേ. പക്ഷെ ശരവണ, നിന്നെപ്പോലെ വിശപ്പറിഞ്ഞവർക്ക് രാഷ്ട്രീയം മനസ്സിലാവും. ഞാൻ നോക്കട്ടെ, നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എൻ്റെ ദാരിദ്ര്യം പിടിച്ച അടുക്കളയിൽ വല്ലതും കാണും. ശരവണ, ശരിക്കും നിന്റെ നാട്ടിൽ എന്താണ് സംഭവിച്ചേ? അവിടെ മഴ പെയ്തില്ല. കുറേ ദിവസം മഴ പെയ്തില്ല.
വേനൽ വറുതി കഴിഞ്ഞ് മഴയുടെ നല്ല നാളുകൾ വരും. മഴ കഴുകിയെടുത്ത വൻമര കൊമ്പുകളിൽ കിളികൾ കൂടുകൂട്ടും. ജീവിതം പിന്നെയും ഉണരും. ദുരിതം സന്തുഷ്ടിക്ക് വഴിയൊരുക്കും. ജീവിതം പിന്നെയും ഉണരും. ദുരിതം സന്തുഷ്ടിക്ക് വഴിയൊരുക്കും.